ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇൻഫ്ലുവൻസർ വീഡിയോ ആണെങ്കിലും എല്ലാ വീഡിയോസിലും നമുക്ക് കുറേ കണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്. സോ എനിക്ക് എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്കത് ചെയ്തു നോക്കാം, ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു ഓയിൽമെൻറ്റ് തേച്ച് നോക്കാം. അങ്ങനെ എല്ലാവരും ഒരു സെൽഫ് ഡോക്ടേഴ്സായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഒരു ശരിയായ രീതിയാണോ? നമ്മൾ ഒരു വീഡിയോ കണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്വയം, അപ്പോൾ ഒരു പേഷ്യൻ്റെ പോലെ തന്നെ ആയിരിക്കില്ല വേറെ പേഷ്യൻ്റ്, അപ്പോൾ അത് ശരിയായ രീതിയാണോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് അല്ലേ, സ്വയം ചികിത്സ അരുത് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം ഇതിന്. നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. നമുക്ക് പുഴുക്കടി എന്നൊക്കെ പറയും. നമ്മൾ കേരളത്തിലാണ്, വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്, എപ്പോഴും വേർക്കാം, പുറത്തേക്ക് ഇറങ്ങിയാൽ വേർപ്പ്, പ്രത്യേകിച്ച് വേനലാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ഇടുക്കു ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ തൊടയുടെ ഇടുക്കിൽ, കക്ഷത്തിൽ, അവിടെ അല്ലെങ്കിൽ കാലിൻ്റെ വിടവുകളിൽ, ഇവിടെയെല്ലാം വേർപ്പ് തങ്ങി നിന്ന് ഫംഗസ് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെർമറ്റോളജി സ്കിൻ ഹെൽത്ത് ഇഷ്യൂവും കൂടിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഒരു മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഫാർമസിയിലോ, അത് ഈവൻ ഇപ്പോൾ ഓൺലൈനായിട്ടും ലഭിക്കും. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കിൻ റാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രീമോ ഓയിൻമെൻറ്റോ മേടിക്കുക. അല്ലെങ്കിൽ ഫാമിലിയിൽ സ്ഥിരമായിട്ട് എല്ലാ സ്കിൻ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ടൊരു ഓയിൻമെൻ്റ് ഉണ്ടാവും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല ബ്രാൻഡുകളുടെ, പക്ഷേ മിക്ക ഫാമിലിയിലും എന്ത് വന്നാലും ഈ ക്രീം തേക്കുക എന്നുള്ളൊരു അപ്പോൾ അത് ഇൻഫെക്ഷൻ ആണോ അലർജി ആണോ എന്നൊന്നും പൊതുജനത്തിന് അറിയില്ല. അപ്പോൾ ഇത് എടുത്ത് തേക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് ഏക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കാണുന്ന പേഷ്യൻസ് എല്ലാവരും തന്നെ സ്വയം ചികിത്സ കഴിഞ്ഞ് അതൊരു വഷളായ സ്ഥിതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പൊതുവിൽ ഇങ്ങനെ കിട്ടുന്ന മെഡിസിൻസ് എല്ലാം തന്നെ, ഓയിൻമെൻറ്റ്സ് ആകട്ടെ ക്രീം ആകട്ടെ, ഭൂരിഭാഗവും ഇതിനകത്ത് സ്റ്റിറോയിഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ, സ്റ്റിറോയിഡ് ഒരു വളരെ ഹെൽത്ത് ഇഷ്യൂസിന് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. എങ്കിലും അത് ഇൻഫെക്ഷൻസിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അത് വേർതിരിച്ചറിയാനുള്ള ഒരു അത് വിവരം അല്ലെങ്കിൽ നോളജ് ആൻഡ് സ്കില്ല് വെച്ച് നമുക്ക് വരുന്നതാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് അത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എന്ത് സ്കിൻ റാഷ് വന്നാലും ഒരു ക്രീം തേക്കുക എന്ന് പറയുമ്പോൾ ഈ സ്റ്റിറോയിഡ്, ഈ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ പ്രത്യേകിച്ചുമുള്ള സ്ഥലങ്ങളിൽ തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒരുപാടാണ്. ഒന്ന്, ഈ ഇൻഫെക്ഷൻ മാറില്ല. സ്റ്റിറോയിഡ് തേക്കുമ്പം അതിൻ്റെ സിംറ്റംസ്, അതായത് പുകച്ചിൽ, ചൊറിച്ചിൽ, ഇതിനൊക്കെ അല്പം നമുക്ക് ശമനം കിട്ടാം. എങ്കിലും ഇത് ആക്ച്വലി സ്റ്റിറോയിഡ് ഈസ് പ്രൊവൈഡിങ് എൻ എൻവയൺമെൻറ്റ് വെയർ ഫംഗസ് ക്യാൻ ഗ്രോ. ഓക്കെ, അപ്പോൾ അത് സ്ഥിതി ആക്ച്വലി വഷളായിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നാൾ തേച്ച് ഇത് മാറാതാകുമ്പം, അല്ലെങ്കിൽ അത് തേച്ചതിൻ്റെ ഭാഗമായിട്ട് സ്റ്റിറോയിഡ് നമ്മുടെ സ്കിന്നിൽ പ്രത്യേകിച്ച് ചിലയിടങ്ങളിൽ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് സ്ട്രെച്ച് മാർക്സ് വരാം, സ്കിന്നിൻ്റെ കട്ടി കുറയാം, അത് ഈസിലി പൊട്ടിപ്പോകുന്നൊരു രീതിയിൽ ഒരഞ്ഞു പൊട്ടാനുള്ളൊരു സാധ്യത ഇതെല്ലാം വരും. അപ്പോൾ അതുമാത്രമല്ല, പിന്നീട് നമ്മൾ ഇതിനുള്ള ഫംഗൽ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ സാധാരണ ഒരാൾക്ക് കൊടുക്കുന്നതിലും കൂടുതൽ നാൾ ചികിത്സിക്കേണ്ടി വരും. മരുന്നുകളും അതനുസരിച്ച് അകത്തേക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങും. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എപ്പോഴും സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് സ്വയം ചികിത്സിക്കാതെ, അതായത് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ചികിത്സിക്കുന്നതാണ് ഈ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട്. ആ ഒരു കോസ്റ്റും കൂടുതലായിരിക്കും, ഡെഫിനറ്റ്ലി അറിയാലോ, അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്ന കാലാവധി കൂടുതലായിരിക്കും. സാധാരണ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇത് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഇതാവുമ്പം, പിന്നെ അതുമല്ല പല ആൻറ്റിഫംഗലും അതിനോട് റെസിസ്റ്റൻ്റ് ആകുകയും ഏക്കാനും ബുദ്ധിമുട്ട് വരും. ഒരു കൺസൾട്ടേഷനിൽ തീരേണ്ടത് ഒരു 6-7 കൺസൾട്ടേഷനിലേക്കൊക്കെ മാറേണ്ട അവസ്ഥയാണ് വരുന്നത് സ്വയം ചികിത്സിച്ചാൽ. പ്രിസ്ക്രിപ്ഷൻസ് മിസ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു സ്പോട്ട് വന്നു, അല്ലെങ്കിൽ എനിക്കൊരു പിമ്പിൾ വന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഞാനൊരു ഡോക്ടറെ കണ്ട് ഞാൻ ഒരു പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ടാവും. സെയിം എൻ്റെ ഒരു ഫ്രണ്ടിനോ എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിന് ആരെങ്കിലും കാണുവാണെങ്കിൽ ഇത് സെയിം ഇത് തന്നെയാണ്, അപ്പോൾ ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് കൊടുത്ത് അവർ ആ ഒരു സെയിം മെഡിസിൻ തന്നെ വാങ്ങിക്കുന്നൊരു നമുക്ക് എക്സാമ്പിൾസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം?
ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പറയാം. ഇതിലും പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഇപ്പോൾ നമ്മൾ കാണുന്ന പേഷ്യൻസ് എല്ലാവരും ഒന്നും പറയുന്നില്ല, പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അവരൊന്നുകിൽ ഭൂരിഭാഗം ആൾക്കാർ ആ പ്രിസ്ക്രിപ്ഷൻ ലോങ് ടേമിലേക്ക് അത് ഉപയോഗിച്ച് തന്നെ സ്വയം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ചിലർ ഈ പറഞ്ഞ കാലാവധി എടുക്കാതെ ഇരിക്കാറുണ്ട്. ഇത് രണ്ടും തെറ്റായിട്ടുള്ളൊരു ഒരു മാർഗമാണ്. കാരണം ലോങ് ടേം ഉപയോഗിക്കുന്നതുകൊണ്ട്, എസ്പെഷ്യലി ഡെർമറ്റോളജിയിൽ നമുക്ക് ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസീസസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയാണ്, സോറിയാസിസ്, പെംഫിഗസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് ഇമ്മ്യൂണോ സപ്രസൻസ്, അതായത് നമ്മുടെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പേഷ്യൻസിന് ഇത് ഇന്ന അസുഖത്തിനുള്ളതാണ്, ഇതാണ് നമ്മളുടെ മരുന്ന്, ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നു, ഒരു മരുന്ന് ചൂസ് ചെയ്യുന്നു, ഇതിൻ്റെ ഇഫക്ട്സ് ഇതായിരിക്കും, സൈഡ് ഇഫക്ട്സ് ഇതായിരിക്കും, ഇത് ഇത്ര നാൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ചില ലാബ് ടെസ്റ്റ്, നമ്മൾ ബ്ലഡ് കൗണ്ട്, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻസ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ഇതെല്ലാം മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാലാവധിക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കാലാവധി കഴിഞ്ഞ് തുടർന്ന് അത് കഴിക്കണോ വേണ്ടയോ എന്ന് ഡോക്ടർ തീരുമാനിക്കണം. കഴിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നോർമലായിരിക്കണം എന്നുള്ളതും ഉണ്ട്. ഇന്ന ലാബ് ടെസ്റ്റുകൾ നോർമലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ ഡോസിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ മരുന്ന് മാറ്റണം. ഇതൊന്നും ഒരു സാധാരണ ഒരാൾക്ക് ഇത് അറിയില്ല. അപ്പോൾ ഇത് അനിയന്ത്രിതമായിട്ട് തുടർന്ന് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ചിലപ്പോൾ അത് ഒരു വളരെ ഗ്രേവ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസിൽ വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കൗണ്ടൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. ഓക്കെ. മറ്റൊരു കാര്യം പലപ്പോഴും കാണാറുള്ളത് ഈ ഷെയറിങ് പ്രിസ്ക്രിപ്ഷൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രണ്ടിനൊരു കൂടുതലും അത് ഇപ്പം പിമ്പിൾസിനാകാം, അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റാഷൻ ആയിക്കോട്ടെ, അപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെയാണ് എനിക്കും വന്നത്, ഈ മരുന്ന് കഴിച്ചപ്പോൾ മാറി, എന്നാൽ ഇത് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞ്. പക്ഷേ ഇത് ഒരു സ്കിന്നിലെ പ്രോബ്ലം വരുമ്പോൾ, ഒരു സ്കിൻ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു നോ ഹൗ, അതായത് നോളജ് ആൻഡ് സ്കിൽ ഒരു സാധാരണ ആൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധവുമില്ല. അത് പലപ്പോഴും മറ്റ് തെറ്റായ ഡയഗ്നോസിസ് ചെയ്ത് അത് തെറ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കുറിച്ചുള്ള നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇത്രയും നാൾ സ്കിൻ അനാറ്റമി പഠിച്ച് സ്കിൻ ഡിസീസസ് എന്തൊക്കെയാണെന്നുള്ളത് ഇത്രയും 5 പിന്നെ 3 വർഷവും പഠിച്ച് അതിൽ ഉപയോഗിക്കേണ്ട മരുന്നുകൾ, അതിൻ്റെ ഇഫക്ട്സ്, സൈഡ് ഇഫക്ട്സ്, അതെന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് അതെ, അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. അപ്പോൾ അതിലേക്കൊന്നും പോവാതിരിക്കാൻ ഇതെല്ലാം ശ്രദ്ധിക്കുക പബ്ലിക്. സെയിം സ്കിൻ കണ്ടീഷൻ ആണെങ്കിൽ തന്നെ അത് പേഷ്യന്റ് ടു പേഷ്യന്റ് അത് ഡിഫറെന്റ്, പ്രത്യേകിച്ചും കാരണം ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല ഡയബറ്റിസ് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നത്. അവരുടെ കോമോബിഡിറ്റീസ്, അവർക്കുള്ള പിന്നെ വെയിറ്റ്, ഇതെല്ലാം മാറുമല്ലോ. നമ്മളൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ പെർ kg ബോഡി വെയിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മിക്ക മരുന്നുകളും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് പ്രത്യേകിച്ച് അകത്തേക്ക് കൊടുക്കുന്ന ടാബ്ലറ്റുകൾ, അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ടൈലർ മെയ്ഡാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം താങ്കൾക്ക് നൽകുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരേ അസുഖമായിരിക്കും, പക്ഷേ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അതിൽ കൃത്യമായിട്ട് നോളജും സ്കില്ലും എക്സ്പീരിയൻസും ഉള്ളവർക്ക് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻസ് മിസ്യൂസ് ചെയ്യരുത്. അതായത് പറഞ്ഞ രീതിയിൽ, പറഞ്ഞ സമയത്തിൽ കഴിക്കുക. അതിൻ്റെ ഇൻ കേസ് ഇപ്പം മരുന്നുകൾക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ, സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അത് വന്നാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും ഈ എഴുതുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാം.